മനസ്സിന് കുളിർമയേകുന്നതും മനോഹരവുമായ നിരവധി ക്രിസ്തീയ കീർത്തനങ്ങളുടെ അവതരണമായ മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, അതുപോലെ നല്ലൊരു ഗാനമാണ് എന്നിൽ കനിവേറും ശ്രീയേശു മനുവേല എന്ന് തുടങ്ങുന്ന ഗാനം. എനിക്ക് തോന്നുന്നത് ടി.കെ. സാമുവൽ സാർ രചിച്ചതാണെന്ന് തോന്നുന്നു. ആ പാട്ടിനെക്കുറിച്ച് അച്ഛൻ ഒന്ന് പറയാം. ടി.കെ. സാമുവൽ സാറിൻ്റെ ലളിതമായ പാട്ടുകളിൽ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പൊതുവെ ലളിതമാണ്. അതെ, എം. ഇ. ചെറിയാൻ സാറിൻ്റെ പാട്ട് പോലെ അദ്ദേഹത്തെ വിശ്വാസ സമൂഹത്തിന് ഏറ്റവും താല്പര്യമുള്ള പാട്ടാണ്. അതെ, മുൻപ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വദേശം എലന്തൂരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ആധ്യാത്മിക ഒപ്പം തന്നെ സാംസ്കാരിക പൈതൃകത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുക. അതെ. അതുകൊണ്ട് ഭാഷയും മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ. അദ്ദേഹം ഭക്തനായിരുന്നു, കവിയായിരുന്നു, അതോടൊപ്പം തന്നെ അധ്യാപകരുമായിരുന്നു. അതെ. അതുകൊണ്ട് ഭാഷയിൽ നല്ല നൈപുണ്യമുണ്ട്. അതിനുള്ള രചയിതാക്കളൊക്കെ ഈ പിന്നെ ഈ ടീച്ചേഴ്സാണ്, അധ്യാപകരാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു സ്തുതിഗീതമാണ്, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗീതമാണ് പറയുന്നത്. അതെ. ദൈവമുഖദർശനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സാണ് ഈ പാട്ടിൻ്റെ ഒരു ആന്തരിക തലം എന്ന് പറയുന്നതാണ്. ദൈവമേ, നിൻ്റെ മുഖദർശനം ഉണ്ടായപ്പോൾ എനിക്ക് സങ്കടത്തിൻ്റെ കാര്യമില്ല, എനിക്കത് ആനന്ദമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ അലയേണ്ടതില്ല, നീ ഒരിക്കലും നിത്യമായ ഭാഗ്യത്തിന് വേണ്ടി മുൻപിൽ കണ്ടുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി ഞാൻ ഈ ജീവിതയാത്ര തുടരട്ടെ. ഇതാണ് ആ പാട്ട് നമുക്ക് നൽകുന്ന ശാശ്വതമായൊരു സന്ദേശം എന്ന് പറയുക. അപ്പോൾ ജീവിതയാത്ര ദൈവമുണ്ട്, ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കണം ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. അത് അദ്ദേഹം ലളിതമായ പദാവലികളിലൂടെ, ലളിതമായ ഒരു രാഗബോധത്തോടുകൂടെ അനുവാചകനിലേക്ക് പകരാൻ ശ്രമിക്കുന്ന ഒരു കൃതിയാണ്. അതെ. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം ഇത് ഏറ്റുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ, എന്നും മാധുര്യവാൻ. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ, എന്നും മാധുര്യവാൻ. അവൻ അരികിൽ വന്നതിനാലൻ ആശ്വാസമായി, എന്തോരാശ്വാസമായി തൻ്റെ തിരുമുഖം കാണുന്നതാനന്ദമായി, പരമാനന്ദമായി. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ, എന്നും മാധുര്യവാൻ. എന്തിന്നലയുന്നു ഞാൻ
വലയുന്നു താൻ പാരം മതിയായവൻ. ഓ എന്നും മതിയായവൻ എന്തിന്നലയുന്നു ഞാൻ പാരിൽ വലയുന്നു താൻ പാരം മതിയായവൻ. ഓ എന്നും മതിയായവൻ അവൻ കരുതിയിടുന്നെനിക്കായി എന്നാളുമേ അവൻ എന്നാളുമേ തൻ്റെ തണലിൽ ഞാനണയുമ്പോൾ വിശ്രാമമേ എന്തു വിശ്രാമമേ എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ. ഓ എന്നും മാധുര്യവാൻ. മണ്ണിൽ പരദേശിയാണെന്നാൽ സ്ഥിരവാസമോ വിണ്ണിൽ ആയിടുമേ. ഓ വിണ്ണിൽ ആയിടുമേ. മണ്ണിൽ പരദേശിയാണെന്നാൽ സ്ഥിരവാസമോ വിണ്ണിൽ ആയിടുമേ. ഓ വിണ്ണിൽ ആയിടുമേ. അന്നാൾ വരെയും ഞാനവനായി പാർത്തിടുമേ. ഭൂവിൽ പാർത്തിടുമേ. പിന്നെ വരും താനെന്നവനോടു ചേർന്നിടുമേ. ഞാനും ചേർന്നിടുമേ. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ. ഓ എന്നും മാധുര്യവാൻ. അവൻ അരികിൽ വന്നതിനാലൻ ആശ്വാസമായി എന്തോരാശ്വാസമായി തൻ്റെ തിരുമുഖം കാണുന്നതാനന്ദമായി പരമാനന്ദമായി എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ. ഓ എന്നും മാധുര്യവാൻ. പക്ഷേ അതുപോലെ നല്ലൊരു പാട്ടുണ്ട്, നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ. ഈ വിലാപ ഭവനങ്ങളിലും കൂടുതലായി ഉപയോഗിക്കുന്നൊരു ഗാനമാണത്. ഒരു പ്രത്യാശാ നിർഭരമായ ഒരു ഗാനം. അത് ആ പാട്ട് എഴുതിയിരിക്കുന്ന ആരാണെന്ന് അച്ഛൻ അറിയാമോ?
ആ പാട്ട് രചിച്ചിരിക്കുന്നത് VK ഏലിയാമ്മ എന്നൊരു ഭക്തയായ സ്ത്രീയാണ്. അവരുടെ സ്വദേശം കലയപുരമാണ്. കൂടുതൽ വിവരങ്ങൾ എനിക്ക് നിശ്ചയം പോരാ. പൊതുവെ സ്ത്രീകൾ ഈ രംഗത്ത് അതെ, ഈ രംഗത്ത് വളരെ കുറവാണ്. അന്നമ്മ മാമനെ പോലെ ഉള്ള ഒരു സ്ത്രീകൾ നന്നേ ഈ രംഗത്ത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകത. മാത്രമല്ല, ഇത് ആരെഴുതിയതാണെന്ന് അറിയാതെ തന്നെ നന്നായി പാടി ഈ കേൾക്കുന്ന ഒരു ഗാനമാണ്. ഈ വിലാപഭവനങ്ങളിൽ പാടുന്നതിൻ്റെ സവിശേഷം എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുന്ന ഒരു അവസരം കൂടെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ടാണ് അത്. ഒരു മോക്ഷാനന്ദ ഗീതമാണ്. പ്രത്യാശ നിർഭരമായൊരു മനസ്സിൽ നിന്ന് ഉറവെടുത്തതാണ്. ഈ നവയെറുസലേമിലെ പാർപ്പിടം ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന മോദം, ആനന്ദം, ഇതാണ് വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പാട്ടിൻ്റെ വിഷയം അതാണ്. അപ്പോൾ അത് നമ്മുടെ മറ്റു പല പാട്ടിലും വന്നിട്ടുള്ളതാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടൊരു ആശയമുണ്ട്, ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വിലയം കൊള്ളുന്നത് പ്രത്യാശയിലാണെന്ന്. ദുഃഖത്തിൻ്റെ ഗദ്ഗതങ്ങൾ എന്നാണ് ഇത് പലപ്പോഴും ഉറവെടുക്കുന്നത്. പക്ഷേ ഇത് വിലയം കൊള്ളുന്നത് ക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയിലാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇതിനപ്പുറത്തേക്കാണ്. നമ്മിൽ വെളിപ്പെടുവാൻ ഈ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അക്ഷരപ്രകാരം ജീവിതാനുഭവമാക്കി മാറ്റിയവരാണ് നമ്മുടെ ഈ ഭക്തകവികൾ. യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഗാനങ്ങളുടെ എണ്ണം കുറയുന്നത് എന്താണ്? ഇതിലെ ബൈബിളിലെ അറിവില്ലായ്മയാണോ? എന്താണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് അച്ഛന് തോന്നുന്നത്? ബൈബിളിൻ്റെ അറിവില്ലായ്മയാണെന്ന്, അറിവ് കൂടിയിട്ടുണ്ട്, പക്ഷേ അനുഭവത്തിൻ്റെ കുറവാണെന്നാണ്. ഡെപ്ത്, ആഴമായ അറിവില്ലായ്മ, ആഴമായ അല്ലെങ്കിൽ അത് അപ്പാടെ വിശ്വസിക്കാൻ ഒരു പക്ഷേ ആധുനിക മനുഷ്യൻ്റെ മനസ്സ് അതുപോലെ അംഗീകരിക്കുന്ന ഇല്ലായിരിക്കാം, അതായിരിക്കാം. ഏതായാലും സമീപകാലെ കുറച്ച് സ്ത്രീജനങ്ങൾ ഇങ്ങനെ എഴുതുന്ന ചില രീതി കണ്ടുവരുന്നുണ്ട്. അത് വളരെ പ്രോത്സാഹനജനകമാണ്. അതെ അതെ അതെ. ഏതായാലും വെച്ചാൽ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. നവയെരുശലേം പാർപ്പിടം തന്നിലെ ആനന്ദം കൊണ്ടു നിറയുന്നു
പട്ടിണിയില്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ? രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. എന്തെന്തോ ഭാഗ്യമേ, എന്തെന്തോ ഭാഗ്യമേ, സന്തതം പാർക്കിൽ, സന്തതം പാർക്കിൽ. കോടി കോടി യുഗവിശുവിനോടൊത്തു പാടി വാഴ്ത്തുവേ. കോടി കോടി യുഗവിശുവിനോടൊത്തു പാടി വാഴ്ത്തുവേ. നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ മനോഹരങ്ങളായി വരികൾ എന്നും നിലനിൽക്കും. ഈ ഗാനങ്ങൾ നമ്മളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ. ഓ എന്നും മാധുര്യവാൻ. എന്നിൽ